കാണൂ പരസ്യരഹിതമായ ഏറ്റവും പുതിയ എപ്പിസോഡുകൾ. ഇതെന്താ? ചേച്ചിക്ക് കണ്ണീര് കിട്ടാതിരിക്കാനാ. ഇപ്പൊ ചെയ്ത അന്ന് ചേച്ചി ആരും നോക്കിയാലും ദൃഷ്ടിദോഷം ഏൽക്കില്ല. വാ. എൻഗേജ്മെന്റിന്റെ കാര്യത്തില് മുത്തച്ഛൻ ഓടി നടന്ന് ഇത്രയും റിസ്ക് എടുക്കണ്ട. കുറച്ചൊക്കെ പ്രഭ അങ്ങളെ ഏൽപ്പിച്ചാ മതി. അല്ല മുത്തശ്ശി? ഒരു കുടുംബത്തിൽ നടക്കുന്ന ചടങ്ങാണെങ്കിലും രണ്ടു കൂട്ടർക്കും ചെയ്യാൻ കാര്യങ്ങളുണ്ട്. ഞങ്ങൾ ഇതിനു വേണ്ടിയല്ലേ മോനെ കാത്തിരുന്നത്. അച്ഛൻ ആരെയും ഒന്നും ഏൽപ്പിക്കാൻ വയ്യ. അച്ഛന് തന്നെ ചെയ്യണം. ദിനേശേട്ട സഹായത്തിന് കൂടിയിട്ടും അച്ഛൻ ഒഴിവാക്കി. ഞാൻ ഏറെക്കുറെ ആളുകളെയൊക്കെ ക്ഷണിച്ചു കഴിഞ്ഞു. എനിക്കൊരു അഭിപ്രായം പറയാനുണ്ട്. അത് ഈ സദസ്സിൽ വെച്ച് പറയാവോ? അങ്കിള് പറഞ്ഞു. എന്റെ ഫ്രണ്ട്സിനെ സഞ്ജുമോന്റെ വിവാഹ നിശ്ചയത്തിന് ക്ഷണിച്ചപ്പോ ചിലരൊക്കെ ഒരു ചോദ്യം ചോദിച്ചു. സഞ്ജുവിനൊരു അപ്പച്ചി കൂടെയില്ലേ, അവരുടെ കല്യാണം എന്തേ കഴിയാത്തതെന്ന്. ശരിയല്ലേ സഞ്ജുമോനെ? കവിതയുടെ കല്യാണം കഴിയാതെ നിന്റെ വിവാഹ നിശ്ചയം നടക്കുമ്പോ ആൾക്കാർ ചോദിക്കില്ലേ? അങ്കിള് പറഞ്ഞത് ശരിയാ. അപ്പച്ചി തീരുമാനം മാറ്റണം. അപ്പച്ചി ഒരു വിവാഹത്തിന് തയ്യാറാവാതെ നിൽക്കുമ്പോ ആളുകൾ ഈ ചോദ്യം ചോദിക്കുന്നതിൽ ഒരു തെറ്റുമില്ല. ഞങ്ങളുടെ സങ്കടം അതാ മോനെ. അപ്പച്ചി ഇങ്ങനൊരു തീരുമാനം എടുത്തത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. വിവാഹബന്ധം വേണോ വേണ്ടയോ എന്നൊക്കെ തീരുമാനിക്കുന്നത് അവരവരുടെ ഇഷ്ടമാ. എന്റെ കാര്യത്തിൽ ദിനേശിന് ഇത്ര ഉത്കണ്ഠയൊന്നും കാണിക്കേണ്ട കാര്യമില്ല. സ്വന്തം ഭാര്യ നേരെ വേണം നോക്കാൻ കഴിയാത്തവൻ മറ്റുള്ളവർക്ക് ജീവിതം ഉണ്ടാക്കി കൊടുക്കാൻ വരണ്ട. എന്റെ ഭാര്യ പറയട്ടെ, അവൾക്ക് എന്ത് കുറവാ ഞാൻ വരുത്തിയിട്ടുള്ളെന്ന്. ഞങ്ങൾക്ക് കുഞ്ഞില്ലാതെ പോയതേ അത് എന്റെ കുറ്റം കൊണ്ടല്ല. എന്നിട്ട് ഞാൻ അവളെ നോക്കുന്നില്ലേ? നോക്കുന്ന കാര്യമൊന്നും ദിനേശൻ പറയണ്ട. എന്നെ ഈ വീട്ടിൽ നിന്ന് ഒഴിപ്പിച്ചുവിടാനുള്ള മോഹം ദിനേശൻ മനസ്സിൽ വെച്ചാണ്. എന്തായാലും ഉള്ളിലിരിപ്പൊക്കെ പുറത്തു വന്നല്ലോ. മരണം വരെ കവിത ഈ മംഗലശ്ശേരി തന്നെ ഉണ്ടാവും. ആ സഞ്ജു, നീ ഇത് കേട്ട് വിഷമിക്കൊന്നും വേണ്ട. അപ്പച്ചിക്ക് ഇങ്ങനെ ജീവിക്കാനേ ഇഷ്ടം. അതിലൊരു നിരാശയും എനിക്കില്ല. ചേച്ചി അതൊന്നും ചെയ്യണ്ട. നീ ഒന്നും മിണ്ടാ നിക്ക്. ഒരു സവാള മുറിക്കാനൊക്കെ എനിക്കറിയാം. ചേച്ചി, അയ്യോ ഞാൻ പറഞ്ഞതല്ലേ ചേച്ചി, അറിയാത്ത കാര്യം ചെയ്യരുതെന്ന്. സാരില്ല, കുറച്ചേ ഉള്ളൂ. ഇനി അത് ചെയ്യണ്ട. ഇതുവരെ കഴിഞ്ഞില്ലേ? പ്രഭ കഴിക്കാൻ വന്നിരിക്കേ. കഴിഞ്ഞു. ശ്രീകുട്ടി, ഇങ്ങ് വാ. വാ കഴിക്കാം.
എനിക്കിന്ന് വ്രതാ ചേച്ചി. എന്ത് വ്രതാ നീ എടുക്കുന്നത്? തിങ്കളാഴ്ച വ്രതം. അത് ഭർത്താവിന്റെ ദീർഘായുസിനു വേണ്ടി ഭാര്യമാരെടുക്കുന്ന വ്രതമല്ലേ? അതിന് നിനക്കെവിടെയാടി ഭർത്താവ്? അമ്മ എന്തിനാ അവളുടെ സ്വകാര്യ കാര്യങ്ങളിൽ ഇടപെടുന്നേ? ഇവളുടെ സ്വകാര്യങ്ങളൊക്കെ ഗൂഢമായിട്ടുള്ളതാ. ദേ, ഒരു താലി കഴുത്തിൽ അണിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഭർത്താവ് ആരാണെന്ന് പറയില്ല. അയാളുടെ വീട് എവിടെയാണെന്നും പറയില്ല. അതുകൊണ്ട് അമ്മയ്ക്ക് പ്രശ്നങ്ങളൊന്നുമില്ലല്ലോ. പ്രശ്നങ്ങൾ ഉണ്ടാവില്ലെന്ന് നിനക്ക് വല്ല ഉറപ്പുണ്ടോ? താലി കെട്ടിക്കൊണ്ടുവന്ന പെണ്ണ് വീട് വിട്ടിറങ്ങിയ ഒരു ഭർത്താവ് അന്വേഷിച്ചു വരില്ലേ? അതിനെ താലിച്ചരട് ഇവള് സ്വയം കെട്ടിയതാണോന്ന് ആർക്കറിയാം? താലിയുടെ മഹത്വം എന്താണെന്ന് നിനക്കറിയാമോ? അമ്മ ഒന്ന് നിർത്തുന്നുണ്ടോ? നിന്റെ ഈ കണ്ണീരേ എന്റെ മോളും ഭർത്താവും ചിലപ്പോ വിശ്വസിച്ചെന്നിരിക്കും. അമ്മൂനോട് ഞാൻ ക്ഷമ ചോദിക്കുക. അദ്ദേഹം എനിക്ക് ദൈവമാണ് ചേച്ചി. ഈ താലി അദ്ദേഹത്തിന്റെ കൈകൊണ്ട് എന്റെ കഴുത്തിൽ കെട്ടിയതാ. മരിക്കും വരെ അദ്ദേഹത്തെ കുറ്റപ്പെടുത്തി ഞാൻ ഒന്നും പറയില്ല. നീ നിന്റെ ഭർത്താവിനെ പറ്റി ആരോടൊന്നും പറയണ്ട. ഞാൻ എന്താ ഈ കാണുന്നേ? ഇത് കവിത ചേച്ചി തന്നെയാണോ? നീ എന്താ അങ്ങനെ ചോദിക്കാൻ? ഈ ഒരുക്കം കണ്ട് ചോദിച്ചു പോയതാ. ഉഗ്രൻ സാരി, ഐലൈനറും ലിപ്സ്റ്റിക്കും ഒക്കെ ഉപയോഗിച്ചിട്ടുണ്ട്. കവിത ചേച്ചിനെ ഇപ്പൊ കണ്ട എന്റെ അനിയത്തിയാന്നേ പറയൂ. ഒന്ന് പോടി. അല്ല, സുന്ദരിക്കുട്ടിയായി എങ്ങോട്ടാ? ഒരുക്കം കണ്ടിട്ട് ഓഫീസിലേക്കല്ലെന്ന് മനസ്സിലായി. ഇന്ന് ഗെറ്റ് ടുഗദറിന്റെ ഒരു സെലിബ്രേഷൻ ഉണ്ട്. കോളേജിലെ കൂടെ പഠിച്ചവരൊക്കെ വരുന്നതല്ല. കവിതയ്ക്ക് ഒരു ചേഞ്ച് വന്നിട്ടില്ലെന്ന് അവരൊക്കെ ഒന്ന് കാണട്ടെ. ഫംഗ്ഷൻ രാത്രി വരെ നീളും. നീ അമ്മയോടൊന്ന് പറഞ്ഞേക്ക്. ശരി ചേച്ചി. എന്തൊരു മുടിഞ്ഞ ഗ്ലാമർ അടി ഉൾക്ക്. ദേ മനുഷ്യ, അതിന്റെ ചേച്ചിയാണേ. സിനിമ നടിയെ പോലെ അണിഞ്ഞൊരുങ്ങി അവളിത് എങ്ങോട്ടാ പോകുന്നത്? ചേച്ചിക്ക് ഗെറ്റ് ടുഗദറിന്റെ എന്തോ പ്രോഗ്രാം ഉണ്ട്. ഗെറ്റ് ടുഗദർ ആണോ ലിവിങ് ടുഗദർ ആണോന്ന് ആർക്കറിയാം. ഒരു കാര്യം ഉറപ്പാ, ഈ അണിഞ്ഞൊരുക്കം ആണിന്റെ നെഞ്ചെടുപ്പ് കൂട്ടാനാ. അവളിലൊരു കണ്ണ് വേണം. അമ്മു കഴിച്ചില്ല എന്ന് പറഞ്ഞിട്ടാ ഞാൻ കഴിക്കാൻ വന്നേ. ചേച്ചിയുടെ അമ്മ പറഞ്ഞതൊക്കെ ഞാൻ മറന്നു. ചേച്ചിയൊന്നും കഴിക്കാതിരുന്ന അതിന്റെ സങ്കടം എനിക്കാ. അമ്മുവും കൂടി കഴിക്ക്. രാവിലെ വ്രതം എടുത്തല്ലേ. ഞാൻ കഴിക്കാം. പിന്നെ ഞാൻ ചേച്ചിക്കൊരു സ്പെഷ്യൽ ഉണ്ടാക്കിയിട്ടുണ്ട്. ഞാനിത് എടുത്തോണ്ട് വരാം. അയ്യോ, ഈ കൈ വെച്ചിട്ട് കഴിക്കാൻ പാടാണല്ലോ. ഇങ്ങതാ, ഞാൻ വാരിത്തരാം. ഇനി എന്നും അമ്മു എനിക്ക് ഇതുപോലെ വാരി തന്നാ മതി. ഞാൻ അമ്മുവിന്റെ കുഞ്ഞായിട്ടിരുന്നോളാം. ദാ.
ഹലോ, ഈ നേരത്തെ എന്താ ഒരു വിളി? നീ ഭക്ഷണം കഴിക്കാണോ? ഞാൻ കൈയും കെട്ടിയിരുന്ന് കഴിക്കുക. അമ്മു എനിക്ക് വാരിത്തരുന്നത്. അമ്മുവിന്റെ കൈ കൊണ്ട് കഴിക്കുമ്പോ എന്ത് ടേസ്റ്റ് ആണെന്നോ? അമ്മു നിനക്കെന്തിനാ വാരി തരുന്നത്? സത്യാ സഞ്ജു, അമ്മുവിനെ ഹെൽപ്പ് ചെയ്യാൻ കിച്ചണിൽ കയറിയതാ. എന്റെ വിരലൊന്ന് മുറിഞ്ഞു. സഞ്ജു വിളിച്ച കാര്യം പറ. ഈവനിങ് സ്വാതി ഒന്ന് പുറത്തു വാ. നിനക്ക് ഒരു സർപ്രൈസ് ഞാൻ ഒരുക്കിയിട്ടുണ്ട്. അതെന്താ? അതിപ്പോ പറയില്ല. എനിക്ക് ഡ്രൈവ് ചെയ്യാൻ പറ്റില്ല സഞ്ജു. ശരി, ഞാൻ വന്ന് നിന്നെ പിക്ക് ചെയ്തോളാം. ഓക്കെ ഓക്കെ. അങ്ങനെ 5 വർഷങ്ങൾക്ക് ശേഷം ഗൗതം മേനോൻ പുറം ലോകം കാണുകയാണ്. ഗൗതം, പുറത്ത് ജീവിക്കുന്ന ഒരാളോട് സുഖമല്ലേ എന്ന് ചോദിക്കുന്നില്ല. ഗൗതം കാറിൽ കയറും. ചേച്ചി, ചേച്ചിക്ക് സർപ്രൈസ് തരാനാണെങ്കിലേ ഏതെങ്കിലും പാർട്ടിക്കായിരിക്കും കൊണ്ടുവന്ന്. അത് പറഞ്ഞല്ലേ എന്നെ നീ ഈ ഡ്രസ് ധരിപ്പിച്ച്. ഞാൻ പറയുന്നത് സത്യാവും. ശ്രീകുട്ടി, സഞ്ജു വന്നിരിക്കുന്നു. നീ വാ, ഇന്ന് നിനക്ക് ഞാൻ സഞ്ജുവിനെ പരിചയപ്പെടുത്തി തരുന്നുണ്ട്. വാ. സഞ്ജു, വാ, കേറിയിരിക്കാം. വാ. ഏയ് വേണ്ടെങ്കിലേ, ഒരു ചായ കുടിച്ചിട്ട് പോകാം സഞ്ജു. ഇപ്പൊ തന്നെ കുറച്ച് ലേറ്റ് ആയി അപ്പച്ചി. കാഞ്ചന അവളെ വിളിക്കേ. നീ ഒന്ന് വേഗം ചെല്ലുമോളെ, ഇരുട്ടുന്നതിന് മുമ്പ് തിരിച്ചു വരേണ്ടതല്ലേ. ചെല്ല്. അമ്മു വാ. കേറി പോടി അകത്ത്. അവിടെ ആരെ കാണാനാ പോകുന്നേ? പോകാൻ. സഞ്ജു, നൈസ് ഡ്രസ്. പോ. അമ്മ എവിടെ? അവൾ എന്റെ കൂടെ ഉണ്ടായിരുന്നല്ലോ. അവള് കേറിപ്പോയി കാണും. ദേ, സഞ്ജു വെയിറ്റ് ചെയ്യുന്ന കണ്ടില്ലേ? മോള് പോവാൻ നോക്ക്. സഞ്ജു, ഒരു മിനിറ്റ് വിട്ട്. അമ്മു, അമ്മു, അമ്മു. അമ്മു. ദേ, അവൻ നിന്നോട് അങ്ങോട്ട് ചെല്ലാനല്ലേ ശ്രീകുട്ടി പറഞ്ഞത്? എത്ര നേരമായിട്ട് അവനോട് കാത്തു നിൽക്കുന്നു. വാമോളെ, അവൻ എന്തോ തിരക്കുണ്ട്. വീട്ടിൽ കയറാതെ നിൽക്കുന്ന കണ്ടില്ലേ?
അമ്മ അവളോട് എന്തെങ്കിലും പറഞ്ഞോ? എന്നാ നീ അവളെ കൊണ്ടങ്ങ് പോയാ മതി. ഇറങ്ങും മോളെ. വാ. നിന്നോട് ഇങ്ങോട്ട് വരാനല്ലേ പറഞ്ഞത്? അമ്മ ഇവിടെ? അവളൊരു നാണക്കാരിയ മോനെ, നിങ്ങൾ ചെല്ല്. ശരി ഞങ്ങളെ ബൈ അപ്പച്ചി. വാ. സഞ്ജു പോടി അകത്തേക്ക്. അമ്മ മോളിലുണ്ട്, ഒന്നിറങ്ങി വാ. ആഹാ കേറ്. എവിടെ അമ്മു? അവളവിടെ ഉണ്ടായിരുന്നല്ലോ. സഞ്ജു, നിങ്ങൾ പോകാൻ നോക്ക്. മോളെന്താ സഞ്ജുനെ വിളിച്ച് കളിയാക്കുകയാണോ? നിങ്ങൾ ചെല്ല്, സമയം കളയണ്ട. ചെല്ല് മോനെ. വാ. കേറു മോളെ. ശരി ഞങ്ങളെ ബൈ. കാഞ്ചനെ, അമ്മൂനെ താൻ ബ്ലോക്ക് ചെയ്തതാണെന്ന് എനിക്ക് മനസ്സിലായി. അതെ, ഞാൻ തന്നെ അവളോട് അകത്ത് പോകാൻ പറഞ്ഞത്. അത് എന്തിനാണെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. സഞ്ജുവിന്റെ മുന്നിൽ അനിയത്തിയെന്നും പറഞ്ഞ് ഇവളെ മുമ്പിൽ കൊണ്ടുപോയി നിർത്താനല്ലേ അവൾ ശ്രമിച്ചത്. അതിനവൾ ആരാ? ഈ വീട്ടിലെ ഒരു ജോലിക്കാരിയുടെ വില മാത്രമേ അവക്കുള്ളൂ. ജോലിക്കാരി ആ സ്ഥാനത്ത് മാത്രം നിന്നാ മതി. ആ പെണ്ണ് ഇവിടെ വന്നതിന് ശേഷം എനിക്കും എന്റെ മകൾക്കിടയിൽ ഒരു മതിലാ ഉണ്ടായത്. എന്നോട് അവള് മനസ്സ് തുറന്ന് ഒന്ന് മിണ്ടുന്ന പോലുമില്ല. എന്തിനും ഏതിനും ഒരു അമ്മു. എനിക്ക് സഹി കെട്ടു. എന്താടോ താനിങ്ങനെ കൊച്ചുകുട്ടികളെ പോലെ? താൻ അവളുടെ അമ്മയല്ലേ? പ്രഭയ്ക്കത് പറയാം. അമ്മയും മകളും തമ്മിലുള്ള ബന്ധം എന്താണെന്ന് ഒരച്ഛൻ അറിയണമെന്നില്ല. അമ്മോനോട് താൻ അടുപ്പം കാണിച്ചാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ. എന്തിന്? ഊരും പേരും അറിയാത്ത ആ പെണ്ണെന്റെ ആരാ? ശ്രീകുട്ടിക്ക് അവൾ അനിയത്തിയാണെന്ന് വെച്ച് ഞാൻ അവളെ പ്രസവിച്ചതാവണമെന്നുണ്ടോ? ഒന്ന് പതുക്കെ പറ. എന്റെ വീട്ടിൽ ഞാൻ ഭയക്കണമെന്നായോ? ഷൂ പോളിഷ് ചെയ്തും ഡ്രസ് അയൺ ചെയ്തും പ്രഭയുടെ മനസ്സിൽ അവള് കയറി കാണും. ഇനി മോളേന്നൊരു വിളിയും കൂടെ വന്നാ മതി. നാശത്തിന് എനിക്ക് ഇറക്കി വിടാനും കഴിയുന്നില്ലല്ലോ ഈശ്വര.